സംസാരിക്കാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. സൗകര്യമില്ല എന്ന് പറഞ്ഞു. വാതിലടച്ചു. അച്ഛൻ കുറച്ചു നേരം ഒരു 15-10 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് പുറത്ത് നിന്നിട്ട് തിരിച്ചുപോയി. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, സന്ദർശനത്തിന്റെ ദിനം നീ, കർത്താവ് കരയുകയാണ്, മനസ്സിനെ വേദനിപ്പിക്കുകയാണ്. ഇതുപോലെ പലവട്ടം അല്ലേ അച്ഛനെ അകത്ത് കയറ്റാതെ സൗകര്യമില്ല എന്ന് പറഞ്ഞു വിട്ടത്. ആ കഥ കേട്ടപ്പോ നിങ്ങൾക്ക് വിഷമം തോന്നിയില്ലേ? തോന്നിയോ? തോന്നി. പ്രിയപ്പെട്ടവരെ, അത് എന്റെ കഥയാണ്, നമ്മുടെ കഥയാണ്. എത്രയോ വട്ടമാണ് ഈശോയെ നമ്മൾ അകത്ത് കയറ്റാതെ, ഇപ്പോ അകത്ത് കയറ്റാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഈശോയെ മടക്കി വിട്ടിട്ടുള്ളതെന്നോർത്തേ. നമ്മുടെ ഹൃദയത്തിന്റെ ഭവനത്തിൽ കയറാൻ കഴിയാതെ ഈശോ പുറത്ത് കാത്തുനിന്ന് മടുത്തു മടങ്ങിപ്പോയത് എത്രയോ വട്ടമാണ്. നമ്മൾ പാപത്തിന്റെ വാതിലുകൾ ഇങ്ങനെ ചങ്ങലകൾ കൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. കർത്താവിനെ കേറ്റാത്ത ഹൃദയം, അനുതപിക്കാത്ത ഹൃദയം, പാപമേറ്റു പറയാൻ തയ്യാറാകാത്ത ഹൃദയം. ഇനി കർത്താവ് കരയുന്ന മറ്റൊരു ഭാഗമാണ്, അതേ കോണ്ടസ്റ്റ് ആണ്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 37-38 തിരുവചനങ്ങൾ. ജെറൂസലേം ജെറൂസലേം, മത്തായിയുടെ സുവിശേഷം 23-37-38. ജെറൂസലേം ജെറൂസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു. ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവുമായിരിക്കുന്നു. നിന്നെ സ്നേഹിക്കാൻ നീ എന്നെ അനുവദിച്ചില്ല, നിനക്ക് നന്മ ചെയ്യാൻ നീ എന്നെ അനുവദിച്ചില്ല. നീ എന്നോട് പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഇടപെടണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില മക്കൾ പറയാറുണ്ട്, മാതാവ് ഞങ്ങളുടെ എന്റെ ജീവിതത്തിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞതുപോലെ ദൈവത്തെ മാറ്റി നിർത്തുന്ന ചില മനുഷ്യർ. അപ്പോൾ അത് കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയാണ്. മറ്റൊരു വചനഭാഗമാണ്, തന്നെ ശിഷ്യന്മാർ ഉപേക്ഷിച്ചു പോയൊരു സമയമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66-67 തിരുവചനങ്ങൾ. യോഹന്നാൻ 6:66-67. ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ നമ്മെ വിട്ടുപോകുമ്പോ നമുക്ക് എന്ത് തോന്നും? സങ്കടം തോന്നും, വിഷമം തോന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സൗഹൃദം ബ്രേക്കപ്പ് ആവുമ്പോ എന്ത് തോന്നും? സങ്കടം തോന്നും. അതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ പറ്റുന്നില്ല. ഈശോയെ പലരും വിട്ടുപോയി. പിന്നീട് ഒരിക്കലും അവർ അവന്റെ കൂടെ നടന്നില്ല. അപ്പോ ഈ സങ്കടത്തിൽ ഇരിക്കുന്ന ഈശോ ഈ സങ്കടം പ്രകടിപ്പിച്ചത് എങ്ങനെയാണ്? അതാണ് തുടർന്ന് എഴുതിയിരിക്കുന്നത്. 12 പേര് ഇങ്ങനെ 2000-3000 പേരുണ്ടായിരുന്നു, എല്ലാവരും പോയി. ബാക്കി 12 പേരുള്ളൂ. അവരോട് ഈശോ ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ആ ചോദ്യം എവിടെ നിന്ന് വരുന്ന ചോദ്യമാണ്? വേദനയിൽ നിന്ന് വരുന്ന. പോയതിനെ കുറിച്ച് അവരൊക്കെ പോയല്ലേ, സന്തോഷം, പോട്ടെ, നിങ്ങൾക്കും പോണം, പൊയ്ക്കോ എന്നുള്ള ഒരു അർത്ഥത്തിലല്ല ആ ചോദ്യം. അതൊരു സങ്കടത്തിന്റെ ചോദ്യമാണ്. നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ഒരു കുടുംബത്തില് ഒരപ്പൻ തളർന്ന് ചാരുകസേരയിൽ കിടക്കാണ്. കാരണം മൂത്ത മകള്, കൂടുതൽ കഥ പറയുന്നില്ല, മൂത്ത മകള് കണ്ണി കണ്ട ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. അതിന്റെ വേദനയില് അപ്പൻ ഇങ്ങനെ തളർന്ന് നേരെ തല പൊക്കാൻ പറ്റാതെ അപ്പൻ വരാന്തയില്, അല്ലെങ്കിൽ സ്വീകരണ മുറിയില്, ഇപ്പൊ വരാന്ത ഇല്ലല്ലോ, അപ്പൊ അവിടെ ഇങ്ങനെ തളർന്നിരിക്കുകയാണ്. അമ്മ അടുക്കളയില് തളർന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഇളയ മകള് ഫോണും വിളിച്ചോണ്ട് ചുമച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ അപ്പൻ ചോദിച്ചു, എന്താടി നിനക്കും പോണോ എന്നൊരു ചോദ്യം ചോദിച്ചു.
ആ ചോദ്യം എവിടെ നിന്ന് വരുന്ന ചോദ്യമാണ്? മുറിവേറ്റ് പിടഞ്ഞു കിടക്കുന്ന ചങ്കിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണ്. എന്താടി നിനക്ക് പോണോന്ന്? അതുപോലെ പാരലൽ ആയിട്ട് കണ്ടാ മതി.